ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് അത്യാവശ്യം നേരത്താട്ടോ എണീറ്റ് പിന്നെ കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കാം. ആ പരിപാടി പിന്നെ അങ്ങനെയാണല്ലോ. ഞാൻ കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കുമ്പോൾ ആരും വന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ നീറ്റിയിട്ട് വരുന്ന അപ്പോൾ ഒരു ചിരി വാസാക്കി നിന്നപ്പോഴായി സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ കുളിക്കാൻ വേഗം ബാത്റൂം കയറി. കുളിക്കുന്നതുകൊണ്ട് എന്തോ ടൈം കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഫുൾ സെറ്റപ്പിലാണ്, എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ട് ഗൈസ്. ബാഗ് അടിപൊളിയില്ല. കണ്ണാടി എന്ന് സ്റ്റൈലാക്കിയുമ്പോൾ തന്നെ എനിക്ക് തോന്നിയ സമയം പോകുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്ലോലാ പോലെ അപ്പം തന്നെ സമയം നല്ല പോകും കേട്ടോ. കാരണം രണ്ടും കൂടി ഒരുമിച്ച് എടുക്കണ്ടേ, പോവും വേണം വീഡിയോ എടുക്കും വേണം ഗൈസ്. എനിക്ക് ഈ ഒരു ആ മോർണിംഗിൽ എണീക്കുമ്പോൾ ആ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ അധികം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസൊക്കെ ആ ഒരു സമയത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സെക്ഷനിൽ എടുക്കാം. അങ്ങനെ ഗൈസ് ഞാൻ ഓഫീസിലെത്തി. ചിലപ്പോൾ വോയിസ് ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ ഞാൻ വേഗം നേരത്തെ വരും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തുടങ്ങി. നെബാട്ടിയിലാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് കേട്ടോ. പിന്നെ കട്ട്ലേറ്റ്, അങ്ങനെ ഓരോന്നായി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. വീട്ടിലാകുമ്പോൾ ഇനി വലിയ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ഓഫീസിലെത്തിയാൽ എന്താണ് അർത്ഥി, അതെന്താണോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് മത്സരിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മളിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കൂടുക തിന്നാം, ഇതൊക്കെ തന്നെയല്ലേ രസം. അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തിരുന്നു ഇന്നലെ ഷിഫാനൻ്റെ. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വന്നതായിരുന്നു. എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി. സാർ ഓൾറെഡി അത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ്, ഞാൻ പറഞ്ഞില്ല 1 മണിയാകുമ്പോൾ ഫുഡ് കഴിച്ചിരിക്കണം, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഗൈസ്. ഞാനും അമൃതി ഒരു 1:27 ആകുമ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ രണ്ടാളും അങ്ങനെ ആ വൈക്ക് തരുന്നു. പക്ഷേ ഒരു 1:45 തിരിച്ചൊക്കെ വന്നു കേട്ടോ. പിന്നെ നമ്മൾ വർക്കിൻ്റെ ഇടയിൽ കുറച്ച് നേരം കത്തി അടിച്ചിരിക്കും കേട്ടോ. അതൊക്കെ ഒരു രസമല്ല ഗൈസ്. അതിനുശേഷം ഇവർക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരെങ്കിലും ഒരാൾ കണ്ണാടി ലിപ്സ്റ്റിക്കും ഇവിടെ കൊണ്ടുവരാതിരിക്കില്ല. മെയിനായിട്ട് മേക്കപ്പ് ഐറ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഷിഫാനാണ്. ഓൾ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഓളത്തുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ കണ്ടിരിക്കും. നെക്സ്റ്റ് പിന്നെ അമൃത ബിസ്ക്കറ്റ് ആയിട്ട് തന്നെ പറ്റും കേട്ടോ. അങ്ങനെ ബിസ്ക്കറ്റ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തായാലും വിശപ്പ് അടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. പിന്നെ കുറച്ച് നേരം ഇതേപോലെ തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ വർക്കും കാര്യങ്ങളുണ്ടാവും. ചില സമയത്ത് വർക്ക് കൂടുതലായിരിക്കും, അപ്പോൾ പിന്നെ ഒന്നിലേക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളതൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് വർക്ക്, എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ മാക്സിമം വീഡിയോ എടുത്ത് അങ്ങനെ വൈബാക്കി പോകും. ഇന്നിപ്പോൾ ഷിഫാൻ്റെ ഷൂട്ട് നടക്കുന്നത്. ഓളെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ കേട്ടോ കൈസ് നമ്മൾ ബിസ്ക്കറ്റ് തീറ്റി ആരംഭിച്ചെന്ന്. പക്ഷേ പാവം കുട്ടിക്ക് നല്ല അത്യാവശ്യം കിട്ടും. ഞാൻ വിചാരിച്ചത് കയ്യൊന്ന്, പക്ഷെ അതിൻ്റെ ഇതാണ്, ആ ഒരു എക്സ്പ്രഷനാണ് കൈസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. ഇപ്പോൾ വാക്വം ക്ലീനർ ആയതുകൊണ്ട് കൈസ് ഭയങ്കര സുഖമായിട്ട് ക്ലീൻ ചെയ്യാമല്ലോ. അങ്ങനെ നൈസാണ്. അതിനെ തട്ടി അങ്ങനെ കൊണ്ട് ക്ലീൻ ചെയ്യും. പിന്നെ പോകാൻ സമയമായി. പെട്ടെന്നാണ് ലുലു മാളിലെ ഗൈസ് 50% ഓഫ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യമായിട്ട് നീ ഉണ്ടാവില്ല, പോയൊക്കെ വെച്ച് ഞാൻ പോയി കേട്ടോ. പക്ഷേ എല്ലാ ബ്രാൻഡുകൾക്കും അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ അറിയില്ല, നമുക്ക് ഉള്ളിൽ കയറിയപ്പോൾ ഗൈസ് ഫുള്ള് തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആദ്യമൊക്കെ ലുലു മാൾ എന്താ പറയുക വെറുതെ കയറി പോയി വാങ്ങുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല ഗൈസ്, ഓൾമോസ്റ്റ് എല്ലാവരും നല്ല സാധനം വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഇനിയിപ്പോൾ വില കൂട്ടിച്ച് വില കുറയ്ക്കുകയാണോന്നും അറിയില്ലായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം ചില കാര്യങ്ങൾക്കൊക്കെ വില കുറവുണ്ടായിരുന്നു, ഓഫ് ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ലുലു മാൾ നിറഞ്ഞിരിക്കുന്നു. ഹൈപ്പർ മാർക്കറ്റിലൊന്നും കാല് കുത്താസല്ലേനു അത്ര. ഞാൻ അവിടേക്കൊരു 5:30 ശേഷം കേട്ടോ പോയത്. അപ്പം തന്നെ അത്യാവശ്യം ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഞാൻ ലുലുമാൾ അധികം കാണില്ല. അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു സെക്ഷൻ ഒഴിഞ്ഞെടുക്കും, ഇത് ഒരു സെക്ഷനും ഇല്ലേനും. പിന്നെ ഞാനാണെങ്കിൽ പെന്നിൻ്റെ സെക്ഷൻ കണ്ടാൽ നിന്നു കേട്ടോ ഗൈസ്. പെന്നിൻ്റെ എന്നല്ല, ബുക്കിൻ്റെ സെക്ഷൻ എന്താ, ഞാനും എൻ്റെ അനിയത്തിയാണ് തന്നെ നിന്നു പോകും. എനിക്ക് അത്ര ഇഷ്ടമാണ് ആ സെക്ഷൻ. അത് കഴിഞ്ഞ ഗൈസ് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെന്ന് വാങ്ങാൻ, പക്ഷേ ഞാൻ വിചാരിച്ച ആ ടൈപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഗൈസ് ഞാൻ അവിടെ നിന്ന് ടാറ്റ പറയുകയാണ്. കുറച്ച് നേരം ഞാൻ പെട്ടെന്നൊന്നും ലുലുമാൾ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ സാവധാനം അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന്, കാരണം സമയം ആവുന്നുള്ളൂ, അവിടെ എടുത്തല്ലേ, നമുക്കൊരു 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ നടക്കാൻ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.